ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളത് ഹൈലൈറ്റ് വളയ്ക്ക് കൊടുക്കണമെങ്കിൽ ഈ ബാഗ് മേടിക്കാൻ കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ബാഗ് മേടിച്ചായതുകൊണ്ട് ഒരു കണ്ണും ചെവിടിയും നിമിഷം വരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല കേട്ടോ. ഭയങ്കര പ്രശ്നക്കാരനാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ചോറ്റും പാത്രം മേടിച്ചെന്നില്ല, വെള്ളം കുപ്പി മേടിച്ചെന്നില്ല. ഇതിപ്പോൾ വന്ന് പറഞ്ഞിട്ട് പോകട്ടോ, അപ്പോൾ അത് ഞാൻ എന്ന് മേടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹൈലൈറ്റ് മാളിൽ ഓഫറൊക്കെ ഉണ്ട്. പക്ഷേ 2000 രൂപയുടെ ബാഗൊക്കെ ആണെങ്കിൽ പകുതി വില 50% ഒക്കെ ഉണ്ട്, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബാഗിനൊക്കെ നോക്കിയപ്പോൾ ദൈവമേ 2500 നല്ല വില കേട്ടോ, അന്തസ് വിലയുണ്ട്. അങ്ങനെ ഉള്ളതിനൊരു വിലക്കുറവുണ്ട്. ബാഗ് 600 രൂപയുടെ ബാഗ് നമ്മൾ കുണിക്കുമ്പോൾ കൊടുത്തു 1000 സംതിങ് ഉണ്ട് കേട്ടോ ബാഗിന് റേറ്റ് വരുന്നത്. പക്ഷേ അത് ഡിസ്കൗണ്ടും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് 600 രൂപയാണ് കേട്ടോ. അപ്പോൾ കുണുക്കുമ്പോൾ ഞാൻ വിലക്കുറവിനൊക്കെ തപ്പിയെങ്കിലും അവിടെ മാത്രം ഞാൻ തോറ്റുപോയി. എന്നാലും ഉള്ളതിൽ കുറച്ച് വിലക്കുറവ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ബാഗൊക്കെ. അപ്പോൾ ആ ബാഗ് എടുത്തപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ എന്താ പെൺകുട്ടിയാണോ പിങ്ക് ബാഗ് കൊണ്ടുവന്നിട്ട് അവിടെ തല്ലുണ്ടാക്കുന്ന ഒരു സീനാണ് കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന് ചിലപ്പോൾ ഈ പിങ്ക് റോസൊക്കെ കണ്ട് രണ്ടും ഒന്ന് തന്നെയാണ്. റോസ് പിങ്കൊക്കെ പെൺകുട്ടികളുടെ നിറമാണ്, ആൺകുട്ടികളുടെ നിറമില്ല എന്ന് കണ്ടാണ് ആ ദേഷ്യമാണ് ഇപ്പോൾ ആ ബാഗുമ്പോൾ തീർക്കണം കേട്ടോ ആശാന്. അങ്ങനെ ഞാൻ പറഞ്ഞു നീ എന്താണെങ്കിൽ ഇഷ്ടമുള്ളടുത്ത് എൻ്റെ കുണിക്കുമ്പോഴുള്ള ബാഗ് ഞാൻ എടുത്തു, നീ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനും പിണങ്ങിയിട്ട് നിൽക്കുന്നത് ഇതിനെ കാണണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് ഭയങ്കര റേറ്റാണ് ബാഗുകൾക്കൊക്കെ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. അപ്പം എനിക്കാണെങ്കിൽ ഇവർ ബാഗ് എപ്പോഴും കൊണ്ടുപോകുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാഗുകൾ എല്ലാവരും കോമൺ ആയിട്ടുള്ള ബാഗിനേക്കാൾ ഡിഫറെൻറ്റ് ബാഗ് കൊണ്ടുപോകുന്ന ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും ഒരുപോലത്തെ അങ്ങനെ എന്തോ അത് കുഞ്ഞുമേലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ബാഗൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഹൈലൈറ്റ് മാളിൽ നമുക്ക് അരി സാധനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി. അപ്പോഴാണ് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനായിട്ട് 5 മണി സമയമൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ ചായ പറഞ്ഞിട്ട് ഇരിക്കണം, ഇരിപ്പായിട്ട് ചായക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കണതാണ് കാണുന്നത്. ഭയങ്കര സ്ലോ ആണ് ചായ എടുത്തതിനാണ്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ചായ കിട്ടിയിട്ടാ. അങ്ങനെ രാത്രിയാകുമ്പോൾ വന്നു. പിന്നെ വീഡിയോ കാരണമൊന്നും എടുക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം എണീച്ചിട്ട് ശരി വേഗം പല്ലൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം മുഖമൊക്കെ ഒന്ന് കഴുകി നമ്മൾ അടുക്കളയിൽ ഡ്യൂട്ടി കയറായിട്ട് വേറെ ഒന്നുമല്ല. രാവിലെ നേരത്തെ എണിച്ചിട്ടുണ്ട് കേട്ടോ, 6 മണി സമയം ആകുമ്പോഴേക്കും നമ്മൾ എണിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് പളനി പോകണം എന്ന് പറഞ്ഞിട്ട് കിടന്ന് തുടങ്ങിയത് കേട്ടോ. നമുക്ക് രാവിലെ എണിച്ച് പളനി പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ പളനിക്ക് പോകുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കി പിടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ യാത്രകളിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ തക്കാളി ചോറ് കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് തക്കാളി ചോറിൻ്റെ. ഇപ്പോൾ ഞാൻ റെസിപ്പി പോലെ ഞാൻ ചെയ്തില്ല കേട്ടോ. എന്താ വെച്ചാൽ കണ്ട് ആൾക്കാർക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്ന് ഉറപ്പ് പറയാം, നമുക്ക് ഈ യാത്രകളിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു ഫുഡാണ് കേട്ടോ തക്കാളി ചോറ്. നമുക്കങ്ങനെ മസാലകളോ കാര്യങ്ങളോ പുളിച്ചതായിട്ടുള്ളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഉണ്ടാക്കി പിടിച്ചാൽ രാത്രിയാണെങ്കിൽ കേടൊന്നും ഇല്ലാണ്ട് അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുതിച്ചിട്ട് ഞാൻ ഇന്നലെ ഹൈലൈറ്റ് മാണെന്ന് വെച്ചാൽ ഗരം മസാലകളുടെ പാക്കറ്റ് അതൊക്കെ പൊടിച്ചതാണ് കേട്ടോ. ഇപ്പോൾ പൊടിച്ചുകൊണ്ട് ഈ മിക്സിയിലും പൊടിച്ചു. എന്നിട്ട് അത് കുറേ കുഞ്ഞു ഡെപ്പോളിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് തക്കാളി ചോറിലേക്ക് വേണം പൊടിയാണെങ്കിൽ കഴിഞ്ഞു. അപ്പോൾ പൊടിച്ചു. പിന്നെ അതിന് കുറച്ചുകൂടി മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ട് നമുക്ക് ഇപ്പോഴേക്ക് ആവശ്യത്തിന് കുറച്ചൊരു 1-1.5 ടീസ്പൂൺ എടുത്തോളം ഗരം മസാല പൊടി കേട്ടോ. ഒരുപാട് കുത്തുള്ള പൊടിയാണെങ്കിൽ കുറവ് മതി കേട്ടോ. നമ്മൾ ഈ തക്കാളി ചോറിനാകുമ്പോൾ ഒരുപാട് സ്മെല്ല് ഗരം മസാലകൾ വന്ന ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തോളൂ കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളൂ കേട്ടോ. റെസിപ്പി ആയിട്ട് ഞാൻ കാണിക്കണില്ല. പിന്നെ 2 കഷ്ണം ഇഞ്ചി, ഞാൻ 1 കിലോ അരിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പൊന്നരി റേഷനരിയോട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ബിരിയാണി റൈസ് അരി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ പൊന്നു എന്തോ കാര്യത്തിന് ഇഞ്ചി അതൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 കഷ്ണം ഇഞ്ചി കഴുകി അരിഞ്ഞിട്ടു. ഇനി ഒരു 10-12 വെളുത്തുള്ളി കേട്ടോ, ചെറിയ വെളുത്തുള്ളി, ഒരു 10-12 വെളുത്തുള്ളി അതും നന്നാക്കിയിട്ടു. അത് കൂടുതൽ തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു വെളുത്തുള്ളി ഇങ്ങനെ പൊളിച്ചിട്ടാണ് അതിനായിട്ട് തൊലി കളഞ്ഞേക്കുക. അപ്പോൾ ഒരു വെളുത്തുള്ളി 2 പീസായിട്ട് കാണും. അത് അതിലേക്ക് ഗരം മസാലയുടെ പൊടി ഉണ്ട് കേട്ടോ, 1 ടീസ്പൂൺ. പിന്നെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമുക്ക് ഈ പേസ്റ്റ് നന്നായി അരഞ്ഞ് കിട്ടും. ഇഞ്ചിയും വെളുത്തുള്ളി നല്ല മധുരം അരയണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും. നമ്മുടെ വായയുടെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ അറിയാത്തവർ ഇനിയിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞതിന് മുന്നേ ട്രിപ്പ് പോകണവരൊക്കെ ഉണ്ടാവില്ല, നമുക്ക് അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയൊരു ഫുഡാണ് കേട്ടോ. നമുക്ക് പൊന്നിയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ ഇപ്പോൾ ബിരിയാണി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ബിരിയാണി അരി വയ്ക്കാനും ഒരുപാട് വേവോ കാര്യങ്ങളോ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയല്ല കേട്ടോ, സബോളയാണ് ഇട്ടത്. സബോളയും പച്ചമുളകും കൂടിയിട്ടുള്ളത് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. പച്ചമുളക് ജസ്റ്റ് നടു ചീന്തിയിട്ടുള്ളൂ. സബോള ഒരു വലിയൊരു സബോള കേട്ടോ, അല്ലെങ്കിൽ ഇതാണെങ്കിൽ 2 കുഞ്ഞ് സബോളയാണ് കേട്ടോ വേണ്ടത്. ഞാൻ വലിയൊരു സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ അരിയുടെ ഒരു കണക്കാണ് കേട്ടോ.
ഞാനിത് പ്രത്യേകിച്ച് ഞാൻ കാണിക്കണില്ല, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വെച്ചാൽ ഇവിടെ അറിയാത്ത കുറേ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇത് പറയണത്. അങ്ങനെ ഒരു കിലോയിലും മേലെ തക്കാളി ഇട്ട് ഒരു 1-1.25 കിലോ വലിയ വലിയ തക്കാളികളുണ്ട് കേട്ടോ. അത് ഇട്ട് പിന്നെ അതിനേക്കാൾ മുന്നേ നമ്മൾ സബോളയൊക്കെ വാട്ടി വന്ന് ഒന്ന് പകുതി വാടി വന്നപ്പോൾ ഒരുപാട് മൊരിയണ്ട കേട്ടോ. നമ്മൾ അരച്ച് വെച്ച പേസ്റ്റിൽ വെളുത്തുള്ളി ഇഞ്ചി ഗരം മസാല കൂടി അതിട്ടു. അതിൻ്റെ കുത്തൊക്കെ പോയി എന്നോട് കൂടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളകും പൊടി ഇട്ടു കേട്ടോ. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടു, മല്ലിയില ഇട്ടു. എന്നിട്ട് അത് ദേ വാടി വാടി ഈ ഒരു രൂപത്തിലേക്ക് വന്നു കേട്ടോ. അപ്പം നമ്മൾ അരിക്കുള്ള വെള്ളം ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരി കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ആ തക്കാളിക്ക് അവിടെ തട്ടി കൊടുത്തിട്ട് പിന്നെ ഒരു വലിയൊരു ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ചോറ് ഒരുപാട് വെന്ത് ഒട്ടഞ്ഞ് പോവില്ല കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു പുളിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. പിന്നെ നമ്മൾ അളന്ന് വെച്ച വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വീതാണ് ഞാൻ ഒഴിക്കാറ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഇത് ഞാൻ 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളമാണ്. എന്ന് വെച്ചാൽ ബാക്കി ആ തക്കാളിയുടെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഉപ്പ് ഒരിക്കലും കൂടിപ്പോരുത്, കുറേശ്ശെ ഇട്ട് നോക്കിയതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്താൽ മതിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോകും കേട്ടോ. അപ്പോൾ ഒരു തരി ഉപ്പ് തൂക്കം നിൽക്കണം. പുളിയും കറക്റ്റൊക്കെ ആയി കഴിഞ്ഞാൽ നന്നായി ഇളക്കി അത് ചെറിയ തീയിൽ മൂടി വെച്ച് ഒരു കുറച്ച് പുളി കുറവുമ്പോൾ കുറച്ചുകൂടി ചെറുനാരങ്ങയുടെ നീരുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ സലാഡാണ് കേട്ടോ അപ്പുറത്ത് തന്നെയായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ തക്കാളി ചോറൊക്കെ വെന്ത് കറക്റ്റ് വേവും പാകും. ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പൊന്നു അതിൻ്റെ സ്മെല്ലെടുക്കുമ്പോഴേക്കും പൊന്നു അമ്മ തക്കാളിച്ചോറ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പൊന്നു കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ദിവസം തക്കാളിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തക്കാളിച്ചോറിൻ്റെ മണം ഭയങ്കരമായിട്ട് ടീച്ചർ പൊന്നിൻ്റെ ടീച്ചർ എൻ്റെ സ്കൂളിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നും സ്കൂളിൻ്റെ ബുക്കിൽ എഴുതി വിടും. അഞ്ജനയുടെ അമ്മ ഒന്ന് സ്കൂളിൽ വരണം. അഞ്ജന എന്തിനാണോ എന്നോട് വരാൻ പറഞ്ഞത്. പിന്നെ ഒരു പിടി മല്ലിയില ഞാൻ ചേർത്തിട്ടുണ്ട് ഈ തക്കാളിയുടെ ഒപ്പം, അത് ഞാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ മല്ലിയിലും തക്കാളിയാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ തക്കാളി ചോറിൻ്റെ. അപ്പോൾ ഇന്ന് വരുമ്പോൾ ഞാൻ എന്തിനാണോ ഒരു ദിവസം ഞാൻ ചെയ്തപ്പോൾ എന്നോട് ചെറിയത് പറയാം, നേരത്തെ മല്ലിയില ഇട്ടുള്ളത് പിന്നെ ലാസ്റ്റ് ഒരു പിടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ടീച്ചർ എങ്ങനെ തക്കാളി ചോറ് ഉണ്ടാക്കുക അതൊന്ന് പറഞ്ഞു തരും. അഞ്ജനയുടെ പാത്രം തുറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ തക്കാളി ചോറ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കിയതൊരു തക്കാളി ചോറാണ് കേട്ടോ ഇത്. പക്ഷേ ഞാൻ പല റീൽസിലും കാര്യങ്ങളൊക്കെ തക്കാളി ചോറ് കണ്ടെങ്കിലും എനിക്കതൊന്നും ഞാൻ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഈ ഒരു തക്കാളി ചോറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അപാര ടേസ്റ്റാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കാം. ട്രിപ്പൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാക്കാനുണ്ട്. അതായത് കുക്കറിലാണെങ്കിൽ ഒരു വിസിലടിച്ച് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വിസിലൊക്കെ പോയി തുറക്കുമ്പോൾ കറക്റ്റ് പാകമായിരിക്കണം. ജസ്റ്റ് ചിലപ്പോൾ കുഴഞ്ഞിരിക്കണ വരെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പേടിക്കേണ്ട, അത് ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. ഉണക്കുക തക്കാളി ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? അടിപൊളി. ഇവിടെ എല്ലാവർക്കും തക്കാളി ചോറ് ഇഷ്ടമാണ് കേട്ടോ. കുണിക്ക് തക്കാളി ചോറ് ഇഷ്ടമായി ഇവിടെ പഴനിക്കും. കുണിക്കിൻ്റെ അച്ഛനാ സൂപ്പർ തക്കാളി ചോറ് കേട്ടോ. പക്ഷേ ഈ തക്കാളി ചോറിന് ഒരു കൂട്ടിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ട് സലാഡും നാരങ്ങച്ചാറും ഒരു കോഴിമുട്ട പുഴുങ്ങിയതും. ആ ഉണ്ണിയെ കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളി ചോറൊക്കെ ആയി. അത് ഞാൻ അപ്പുറത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചു. പിന്നെ ഇവിടെ ധൃതിയായിട്ടോ, എന്താ വെച്ചാൽ നമുക്ക് 11 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ വീട്ടിൽ ഏകദേശം പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇത് ഉണ്ടാക്കുന്നുണ്ട്. പൊന്നു എടുത്തുകൊണ്ടേ ഷെബിക്കും കുഞ്ഞനും കുണുക്കനും കുണിക്കൊക്കെ വാരിച്ചുകൊണ്ട് ഇവിടെ അനിയായിട്ട് എനിക്ക് വാരിച്ച് തന്നിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള നേരമില്ല. എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലെ പണികളും കാരണമൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാട്ടോ. ഇപ്പോൾ വീട്ടിലെ പണികൾ ചെയ്യാൻ ഞാനും അനിയായിട്ട് മാത്രമല്ലല്ലോ, നമുക്ക് വേറെ ആരും ഇല്ലല്ലോ വീടടിച്ച് തുടങ്ങിയാലും കാര്യം. അപ്പോൾ ഞങ്ങളുടെ വീട് ഇപ്പോൾ എപ്പോഴും ഞാനും അനിയായിട്ടും ക്ലീൻ ആക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു വീട് എപ്പോഴും അടിപൊളിയായിട്ട് ഇരിക്കണമെന്ന് എനിക്ക് അനിയാണ്ട് ഭയങ്കര നിർബന്ധം കേട്ടോ. പരമാവധി ഞങ്ങൾ വയ്യായി ഇല്ലാത്തപ്പോൾ കാരണം ആരോഗ്യത്തോട് ഇരിക്കുകയാണെങ്കിൽ വീട് എപ്പോഴും ക്ലീനാക്കി സെറ്റാക്കി ഇടും. അപ്പം നമുക്ക് എങ്ങനെയും പോകുമ്പോൾ ഞാൻ പണികളൊക്കെ അടിച്ചതോടൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകുന്നുണ്ട്. എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി. വീട്ടിൽ ഇങ്ങനെ വീട് നമ്മൾ മുഷിച്ചൊക്കെ ഇട്ട് പോയി നമുക്കൊരു നെഗറ്റീവ് വീട്ടിലേക്ക് വരാൻ തോന്നില്ല. കാരണം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു.
അതിനായിട്ട് ഇങ്ങനെ നടന്ന് ബാക്കിൽ നടന്ന് വാരിച്ചിട്ട് ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണമായി കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ കഴിയട്ടെ. അപ്പോൾ പൊന്നിൻ്റെ ഒരു ട്രിപ്പ് കൊണ്ടുപോയത് കഴിഞ്ഞു, അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടി പൊന്നു വന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ദോശയൊക്കെ വയറിനിറയെ കൊടുത്തു. പക്ഷേ ഞങ്ങൾ അറിഞ്ഞില്ല, പൊന്നിന് മാത്രം കിട്ടിയില്ല. നല്ല പോളിങ് ആയിരുന്നു ഇതിൽ കൊണ്ടുപോയിച്ച്. അതേപോലെ നമ്മൾ തക്കാളി ചമ്മന്തി ദോശയ്ക്ക് ഉണ്ടാക്കില്ലേ, അത് ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഇവിടെ കുണിക്കും കുണുക്കനും ഷെബിക്കൊക്കെ പിന്നെ കടുത്ത പോളിങ്ങാണ് ഫുഡ് ദോശയുടെ കാര്യത്തിൽ. ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തക്കാളി ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ എല്ലാം പാത്രങ്ങളും കഴുകി സെറ്റ് ചെയ്യട്ടെ. പിന്നെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. നമുക്ക് ഉണ്ണുള്ളതിന് ഈ മേടിക്കുന്ന പേപ്പർ പ്ലേറ്റൊക്കെ ഒന്ന് പിടിച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് സ്റ്റീൽ പ്ലേറ്റ്, നമ്മുടെ വീട്ടിലെ സ്റ്റീൽ പ്ലേറ്റ് കൊണ്ടിട്ട് അതിൽ ഈ അലുമിനിയം ഫോയിലിൻ്റെ ഇതുണ്ടല്ലോ, അത് കീറി വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് അങ്ങനെ മുഷിയില്ലല്ലോ. അപ്പോൾ ഈ അങ്ങനെ കേട്ടോ നമ്മുടെ കിണർ കുളിക്കുന്നതിൻ്റെ അവിടെ ഒരു ആഴ്ച മുന്നേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം കൊല്ലം അവിടെ ഒരു ചേനപ്പൂവ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ചേനപ്പൂവ് വഴുമ്പിക്കാൻ എൻ്റെ സ്മെല്ല് കാരണം എന്നിട്ട് അത് ചെത്തി കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അവർ പറഞ്ഞു ഇവിടെ ചേനയുണ്ട്, അത് പറിക്കട്ടെ വെച്ചിട്ട് അവർ. അപ്പോൾ ഞാനൊന്ന് പറിച്ചപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിട്ട് നമുക്ക് 2 ചേന കിട്ടിയാട്ടാ. 2 ചേന കിട്ടി. 2 കൂടെ 1 കിലോ ഉണ്ടാവും അവരേട്ടാ, പോരാ അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ചേന കിട്ടി. പക്ഷെ അത് ഇനി ചൊറിയില്ലേ എന്നുള്ളൊരു പേരുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കില്ല, അതിന് പാത്രങ്ങളൊക്കെ കഴുകി ഒരു കലാശക്കൊട്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലിട്ട്. അതൊക്കെ കഴിഞ്ഞ് അടക്കളൊക്കെ ക്ലീനാക്കി ഗ്യാസ് അടുപ്പൊക്കെ കഴുകി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി യാത്ര പോകുമ്പോഴേ വരുമ്പോൾ വീട് കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ പനോട് ഇട്ട് പോയി നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ ഇതൊക്കെ അടക്കളൊക്കെ ക്ലീനായിട്ട് ഇനി അടുത്ത അടക്കള കൂടെ ക്ലീൻ ആക്കണം. അപ്പോൾ ഇതേ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇതേ തക്കാളിച്ചോറ് ഒക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് ഓരോ സ്ഥലത്ത് വയ്ക്കാൻ. കോണയൊക്കെ കൊണ്ടുപോകാൻ മറക്കും, ഏതെങ്കിലും ഒന്ന് മറന്നു കഴിഞ്ഞില്ലേ. ഇവിടെ ഒക്കെ ആരും വെള്ളം കാണുന്നുണ്ട് കേട്ടാ. പിള്ളേരുടെ പണി നടക്കുമ്പോൾ അവരെന്നെ വീഴേ. അങ്ങനെ പണിയോട് കഴിയുമ്പോൾ ഒരു സമാധാനം കേട്ടോ. ഫാൻ ഇട്ട് ഫാനിട്ടപ്പോൾ നമ്മൾ സംസാരിക്കുന്നതൊന്നും കേൾക്കില്ല. ഇതൊക്കെ ഇവിടെ ക്ലീനാക്കി തക്കാളി ചോറ് സെറ്റാണ് കേട്ടോ. പച്ചനെലയായിട്ട് വേണം കടുമാങ്ങച്ചാറ് വേണം. പക്ഷെ തക്കാളി ചോറിലേക്ക് എപ്പോഴും മേച്ച് നാരങ്ങച്ചാറാണ് കേട്ടോ. പിന്നെ നല്ല കട്ട തൈര്, പുളി കുറഞ്ഞതെന്ന് വെച്ചാൽ തക്കാളി ചോറ് ഓൾറെഡി തക്കാളി പുളിയാണ്, പിന്നെ അതിൽ ചെറുനാരങ്ങ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ചോറ് ഓൾറെഡി പുളി ആയതുകൊണ്ട് നമ്മൾ നല്ല പുളി കുറഞ്ഞ നല്ല കട്ട തൈര് കേട്ടോ. കട്ട തൈര് വെച്ചിട്ട് ഒരു സലാഡ് ഉണ്ടാക്കി. സലാഡ് 2-3 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചാൽ മിളക് ചമ്മന്തി കേട്ടോ. നമ്മുടെ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് കുത്തിയ മുളകൊക്കെ ഇട്ട് മിളക് പൊടി ഇട്ടിട്ട് പുളി ഒഴിച്ച് പിന്നെ ഒന്ന് വറ്റിച്ച് കുറുകിയെടുത്ത ചമ്മന്തി കേട്ടോ. അത് എത്ര ദിവസം ഇരുന്നാലും കേട്ട് വരില്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ നിറയെ എന്ത് ഫുഡാണ് കഴിക്കാം. നമ്മൾ വഴിയിൽ നമ്മൾക്ക് എന്തെങ്കിലും വേണ്ടി വന്നാലും നേരം ചോറ് മേടിച്ചിട്ടുണ്ടെന്നും അവർക്ക് എവിടുത്തെ കറികൾ പറ്റില്ല. അപ്പം ഇതായാലും കൂടി ചോറുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ നമ്മൾ തമിഴ്നാട് കടന്നു കഴിഞ്ഞാൽ ഇവിടെ സത്യം പറഞ്ഞാൽ ചായ പോലും കുടിക്കില്ല ആരും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് കടന്നു കഴിഞ്ഞാൽ തമിഴ്നാട് ഡിസ്ട്രിക്റ്റിൽ ആരും ചായ കുടിക്കില്ല. വേറെ ഒന്നുമല്ല കേട്ടോ. പാല് ഭയങ്കര കട്ടിയായി. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞാൽ പാല് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചായ കുടിക്കുമ്പോൾ ഒരു സുഖം കുറവാണ്. ഞങ്ങൾ തമിഴ്നാട് ഡിസ്ട്രിക്റ്റ് ആരും ഒന്നും കഴിക്കല് കുറവാണ്. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ പറയുന്നത് വരുന്നെങ്കിൽ അതെല്ലാവർക്കും ഇപ്പോൾ നമുക്ക് ആ വഴി കിട്ടണമെന്നില്ല. ഒരു ഹോട്ടലുണ്ട്, അച്ചേലമുറിക്കാൻ വേണ്ടി, ഏലമുറിക്കാൻ പറമ്പലുണ്ട്, വേസ്റ്റ് എത്തിക്കാനും വേണ്ടി. അപ്പോൾ എല്ലാ പ്രാവശ്യം നമുക്ക് ആ റൂട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ പട്ടിണി. പിന്നെ 1 മണി 2 മണി തൃശ്ശൂർ എത്തുമ്പോൾ അവിടെ എത്തിയിട്ട് എവിടെയെങ്കിലും തപ്പി പിടിച്ച് ഓരോ പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ കിടക്കാറ്. പിന്നെ വിശക്കാണെങ്കിൽ ബിസ്ക്കറ്റ് കൂടെ അപ്പം വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാരങ്ങച്ചാറ് കൂടെ ആയ നമ്മുടെ ഫുഡ് സെറ്റാണ്. ഇനി ഒരു 3-4 പ്ലേറ്റും ഇലച്ചീന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് ഇലച്ചീന്ന് വെച്ച് ഫുഡ് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റും എല്ലാണ്ട് കുഷിയില്ല. അപ്പോൾ അതാണ് പ്ലാനിങ്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യം ചെയ്യട്ടെ കേട്ടോ.
അപ്പോൾ നമ്മൾ ആ അടുക്കളയുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ നമ്മൾ സൈഡിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സഞ്ചി അങ്ങനെ കൊടുന്ന് അതിലേക്ക് ഇറക്കി അതുകൊണ്ട് വണ്ടിയിൽ കയറ്റി വേണ്ടോട്ടോ. അപ്പോഴേക്കും ഞാൻ ഈ അടുക്കള ക്ലീൻ ചെയ്യാട്ടോ. നമ്മൾ എന്തോരം ഇങ്ങനെ ഇത് യൂസ് ചെയ്യണില്ലെങ്കിലും 2 നേരമൊക്കെ ഞാൻ തുടച്ച് ക്ലീനാക്കി വയ്ക്കൂട്ടോ. എന്താ വെച്ചാൽ കുട്ടികൾ ഓൾറെഡി കയറി തൊട്ട് പിടിച്ചൊക്കെ കളറുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇത് അധികം യൂസ് ചെയ്യാറില്ല ഈ അടുക്കളയെങ്കിലും. നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. പക്ഷേ നമുക്ക് ഈ പറഞ്ഞാൽ ഇനി ഉന്നോട് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടി വരും എന്ന് വിചാരിക്കുന്നു. മഴക്കാലം അവിടെ അധികം ചെയ്യാൻ പറ്റും തോന്നണില്ല. മഴയത്ത് നമ്മൾ ആ ഗ്രില്ലിൻ്റെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ശീതൾ വെള്ളമൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളാൻ സാധ്യതയുണ്ട്. അപ്പോഴേക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കേണ്ടത് ഇതിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അവിടെ ഒരാൾ കണ്ട കല്യാണം കഴിഞ്ഞ് പോയി പെൺകുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരിക. ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ മാക്സിയും കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ ഇരുന്നിട്ട് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ വലിയ അമ്മയുടെ മാക്സി വയറിലൊക്കെ തൊപ്പി ഞാനും നടന്നു തന്നിട്ട് ഇവിടെ ഒരാളൊക്കെ എൻ്റെ മാക്സി ഇട്ടിട്ടാണ് നടക്കണം കേട്ടോ. അവർ ആവുക്ക് എന്നിട്ട് എന്നോട് അത് പറയും നല്ല ഭംഗിയുണ്ടല്ലേ മാക്സി ഇട്ടിട്ട് എന്നെ കാണാൻ. അവളെ പോലത്തെ ഒരു 4 ആളെയും കൂടി അതിൽ കയറ്റുക. അങ്ങനെ അവൾ അതിട്ടിട്ട് അവൾ കാർത്തൂൻ്റെ ഞാൻ പറഞ്ഞു ഇവളാണ് ഞാൻ തുടച്ചോളാം അമ്മ പോക്കാം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വശത്തേക്ക് ഒന്നും വേണ്ട, നിങ്ങളുടെ ഡ്രസ്സ് മാറി നിങ്ങളുടെ ഉണ്ണിയുള്ള കാര്യം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയോ പോയി കുളിച്ചോ ഡ്രസ്സ് മാറിക്കോ പറഞ്ഞിട്ട്. അപ്പോൾ പാവം പൊന്നിൻ്റെ വിശിപ്പോൾ മാറാത്തതിന് മുന്നേ അവിടെ വന്നിട്ട് ഡപ്പയിൽ നിന്ന് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കട്ടോ. അങ്ങനെ 2 ദിവസമായിരുന്നു. അങ്ങനെ പള്ളിക്കുള്ള പോവാനുള്ള യാത്രയൊക്കെ തുടങ്ങി ഞാൻ പകുതി എത്തിയപ്പോൾ ഞാൻ ഫോണിൽ റീൽസ് എടുത്താണ്. അപ്പോൾ എൻ്റെ മര് ആരാണ് വണ്ടിയിൽ ഫോൺ എടുത്ത് കളിക്കുന്നത്, വണ്ടിയിൽ വരെ ഫോൺ എടുത്ത് കളിക്കാൻ പാടില്ല എന്നാണ് നിയമം കേട്ടോ. വണ്ടിയിൽ അച്ഛനെ കാണിച്ചു തരാൻ പറ്റില്ല, അച്ഛൻ ഫ്രണ്ടിലിരിക്കുകയാണ്. അങ്ങനെ അച്ഛനെ കാണിച്ചു തരാൻ പറ്റില്ല. അച്ഛൻ നല്ല കുട്ടിയായിട്ട് ഫ്രണ്ടിലിരിക്കുകയാണ്. സുന്ദരനാണ് അല്ലേ? സുന്ദരോ സുന്ദര സുന്ദരന്റെ പെടലിയുടെ ഞരമ്പിങ്ങനെ പിടിച്ചിരിക്കാണ്, അതാണ് തിരിയണില്ലാന്ന് പറഞ്ഞ. അത് ചെറിയ പ്രശ്നമുള്ളൂ സുന്ദരന്, വേറെ കുഴപ്പമൊന്നുമില്ല. ഞരമ്പിനാണ് പ്രശ്നം. ചിലപ്പോ നമ്മുടെ പോലെ നമ്മള് ഒരു അമ്മാച്ചിനാണെങ്കിൽ ആലോചിക്കണം. അതെ തക്കാളി ചോറുണ്ട്, തക്കാളി ചോറ് ആർക്കും കിട്ടില്ല. കാർത്തുമ്മ താഴ്ത്തി കാർത്തുമ്മ ഞങ്ങളെ യാത്രയിലെ കാർത്തുമ്മ എപ്പോഴും ഡ്രസ് ഇടാറില്ല. ഇങ്ങനെയാണ് ഈ കോലാണ് ഈ നമ്മുടെ അച്ഛനിരിക്കണ കഴുത്ത് കെട്ടിക്കള, അല്ലെങ്കിൽ മറ്റേ ഇത് തോലെയാവും, മീശമാതല് പോലെയാവും. പെടല് പെടലിക്ക് എന്ത് അങ്ങനെ എന്നോട് റീൽസ് ഇട്ടപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ഒരു കമൻറ്റ് വന്നിട്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തത് അല്ലാട്ടോ. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ യാത്രയിൽ അതിനായിട്ട് എപ്പോഴും ഫ്രണ്ടിലിരിക്കുക. അതെന്താ വെച്ചാൽ ഞാൻ ബാക്ക് സീറ്റ് ചെയ്യുന്ന ഇയർ ബാലൻസ് കൂട്ടാം. അതിനായിട്ട് വണ്ടി ഡ്രൈവറില്ലായിരുന്നു. വണ്ടി ഓടിക്കാനേ കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ വണ്ടി ഓടിക്കാണ്ടിരിക്കുകയാണ് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത്, ബാക്കിൽ ഇരിക്കാറില്ല. അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ ഞങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് കുറച്ച് മാങ്ങനുണ്ട് തിരികെ മറേജ് ചെയ്ത് എൻ്റെ ഇയർ ബാലൻസ് കൂട്ടാം. അപ്പം ഞങ്ങളുടെ സ്നേഹപ്രകടനം ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു 1/4 മണിക്കൂർ മുമ്പ് ജസ്റ്റ് എൻ്റെ കാര്യം വയ്ക്കാനായിട്ടൊന്ന് ജസ്റ്റ് കാര്യം അതിൻ്റെ കൈ ഇങ്ങനെ സീറ്റ് വെച്ച് എൻ്റെ കൈ വന്നോളും. അത് ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ യാത്രയിൽ. ഇപ്പം ഞങ്ങൾ കാർ മേടിക്കണേക്കാൾ മുന്നേ ആയിരുന്നു ഞങ്ങളുടെ യാത്രകൾ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി തക്കാളിച്ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ കുഴലപ്പം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ മേടിച്ച് പഴം സിപ്പപ്പ് എന്തൊക്കെയോ മേടിച്ച് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നിന് വിശന്നിട്ട് പൊന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പൊന്നു വന്ന് വിശന്നിട്ട് വേഗം നേന്ത്രപ്പഴം മേടിച്ച് പകുതിക്ക് നിർത്തി പഴമൊക്കെ മേടിച്ച് അവൾ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഏകദേശം പാലക്കാടൊക്കെ എത്താറായപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഈ തക്കാളി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തക്കാളി ചോറുണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ സുഖമാണ്. ഇത് ഉണ്ടാക്കി പിടിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഹാപ്പിയാണ്. നമുക്ക് ഒരാൾക്ക് അതിന് ഇഷ്ടമല്ലെങ്കിൽ പോയി നമുക്ക് ഉണ്ടാക്കി പിടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഒരേപോലെ നല്ല കട്ട തൈരും ആ അച്ചാറും ആ തക്കാളി ചോറും കൂടി കുഴച്ച് തിന്നുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. അത് ഞാൻ വീണ്ടും പറയണത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. അതായത് ഇതിന് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ മറ്റ് അമ്പലങ്ങളിലൊക്കെ അല്ല പോകണമെന്ന് വെച്ചാൽ നമുക്ക് കോഴിമുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ ചിക്കൻ വറുത്തതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നല്ല ചെമ്മീൻ റോസ്റ്റൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആവും കേട്ടോ.
അങ്ങനെ നമ്മുടെ പൊന്നിൻ്റെ പാത്രമാണ് കേട്ടോ ഇത്. അതിൽ ഞങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് കഴിച്ചപ്പോൾ ആ പ്ലേറ്റിൽ പൊന്നിന് തക്കാളി ചോറ് ഇട്ട് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ പ്ലേറ്റുകളിലൊക്കെ ഞങ്ങൾ ഒരു ഇങ്ങനെ അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ കീറി അതിൽ വെച്ചിട്ടാട്ടോ. അപ്പോൾ നമുക്ക് പ്ലേറ്റ് ഒന്ന് കഴുകണ്ട, നമ്മുടെ പ്ലേറ്റിലേക്ക് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അവർ ജസ്റ്റ് ആ ഫോയിൽ പേപ്പർ ചുരുട്ടി കളയുക വേണ്ട കേട്ടോ. അങ്ങനെ പിന്നെ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് കറികളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഒരു അച്ചാറ് സലാഡ് മാത്രമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബാക്ക് സീറ്റിൽ നിന്ന് ആസ്വദിച്ച് കഴിക്കാട്ടോ. എല്ലാവരും ഫ്രണ്ട് ഞാൻ പൊന്നിൻ്റെ കൂടെ ഇരിക്കാറ്, പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കൂടുതൽ നേരം ബാക്കിലാണ് കേട്ടോ ഇരുന്നത്. സത്യം പറഞ്ഞാൽ എവിടെ ഇരിക്കാൻ സുഖം, ഫ്രണ്ടിൽ ഇരുന്നാണ്ടിൽ വരെ തല്ലി കുണക്കനും കുണിക്കും കാർത്തും ഭയങ്കര അലമ്പന്മാരാട്ടോ. ഒരു യാത്രയിൽ 3 അടിയും കൂടിയും പിച്ച് തോടി എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. പ്രാവശ്യം ഞാൻ ചെയ്തു, ഞാൻ ബാക്കിലിരിക്കുന്നു. എല്ലാവർക്കുള്ള ഫുഡൊക്കെ വിളമ്പി കൊടുത്ത് ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല. ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ ആരും ഇറങ്ങില്ലെന്ന് വെച്ചാൽ എല്ലാവരും കൈ പുറത്തിട്ട് കൈ കഴുകും. അത് കഴിഞ്ഞാൽ ഒരു 20 ലിറ്ററിൻ്റെ വലിയ കുപ്പി നിറയെ വെള്ളം പിടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കഴുകി. നമുക്ക് 1 രൂപ വേറെ ചിലവോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ചായ കുടിക്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ 2 തലോണയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇട്ട് സത്യം പറഞ്ഞാൽ കാര്യം ഗേറ്റ് വെച്ചിട്ട് സുഖസുന്ദരം. ഞാൻ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇത് അവിടെ ഭയങ്കര അടി കണ്ടോ. ഞാൻ ഇവിടെ സത്യം കൊണ്ട് സംഭവം. അങ്ങനെ ഞങ്ങൾ സമയത്തോണേ 5:30 സമയം. 5:30 ഞങ്ങൾ പളനി എത്തി. നമ്മൾ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങി? 1 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5:30 പളനി എത്തി. എൻ്റെ ഇടയിൽ ഒരു 1/4 മണിക്കൂർ ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തി. ഫുഡ് കഴിക്കാൻ ബാക്കി തീറ്റകളൊക്കെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടി നിർത്തിയിട്ട് കഴിച്ചത് ഉച്ചത്തെ ഫുഡായിരുന്നു കേട്ടോ. അത് നിനക്ക് ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് ഇഷ്ടം, വീട്ടിൽ നിന്നുള്ള ഫുഡ് ഇഷ്ടം? ഹോട്ടൽ ഫുഡ് ഇഷ്ടം, വീട്ടിലെ ഫുഡ് ഇഷ്ടം? കൊടുക്കാൻ ഹോട്ടൽ ഫുഡ്, വീട്ടിലെ ഫുഡ്? അനിയേട്ടൻ, ഷെബീൻ, തക്കാളിച്ചോറ്. അവന് തക്കാളി ചോറ് കഴിക്കണേ കോഴിമുട്ട വേണം. അടിപൊളി സാധനം ഉണ്ടാക്കി വെച്ചതാണ്. കുടിക്ക് ഇഷ്ടമായി തക്കാളി ചോറ് അമ്മ ഉണ്ടാക്കിയത്. സൂപ്പറല്ലേ? 2 പ്രാവശ്യം എടുത്തു. 2 വായല്ല, 2 പ്രാവശ്യം എടുത്തു. നല്ല ചാട്ടുണ്ട് കേട്ടോ, വണ്ടിക്ക് ചാട്ടുണ്ട്. പളനിയിൽ കയറിനേക്കാളും മുന്നേ അതൊന്നല്ല നമ്മുടെ പിന്നാലെ വന്നിരുന്നാള് കഴിഞ്ഞ പ്രാവശ്യത്തെ. നേരത്തെ പറഞ്ഞു എന്താന്ന് ഞാൻ തന്നെ മറന്നു കേട്ടോ സംസാരിക്കുന്നതിന്റെ. പൊന്നു ഷേപ്പ് ഇന്നലെ വർക്ക് കല്യാണം എടുക്ക്. ഇന്നലെ കല്യാണം വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ അവർ പറഞ്ഞു നമുക്കിന്ന് പളനി പോയാലോ ചോദിച്ചു. എന്ന് പറഞ്ഞു. ഞങ്ങൾ എഴുതിച്ച്. അപ്പോൾ അവന് കുറച്ച് നേരം പൊന്നോട്ട് ഷേപ്പിട്ട് ഉറങ്ങിക്കോളുണ്ട്. രാത്രി വർക്കിന് പോയതല്ലേ, അപ്പോൾ വണ്ടി ഓടിക്കണ്ടല്ലേ. പക്ഷേ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്ന് പോകണ്ട, നമുക്ക് നാളെ പോവാം. അപ്പോൾ നമുക്ക് നാളെ പോകണമെങ്കിൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി പിടിച്ചിട്ട് പോകാനായിട്ടാണ്. അങ്ങനെയെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി പിടിച്ച് ഇങ്ങനെ ഇന്ന് പളനി വന്നു. അതൊരു പ്രത്യേക ഫീലായിട്ടാണ് ഉണ്ടാക്കിയ ഫുഡ്. എന്താ കൊറേ ഉണ്ട് പറഞ്ഞല്ലോ. 100 രൂപ ആയിരുന്നു. ഹൈലൈറ്റ് മാളിലാണ്. ഷർട്ട് ഇടാണ്ടാവും നിൽക്കണ്ടല്ലേ. എന്തായാലും നിങ്ങൾക്ക് നന്നായിക്കൂടെ. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തതിലൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കാട്ടോ. വിശന്നിട്ട് വയ്യ. ഇന്ന് ഭയങ്കര വിശപ്പ്. എന്ത് കഴിക്കും എന്നാലോചിച്ചാൽ. അപ്പം ഞാൻ അതേ ഉണ്ണോൾക്ക് ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ. ആ ദോശ ഉണ്ടാക്കിയാൽ ആ ദോശ അവർ കഴിക്കും. മറ്റുള്ള ഫുഡിനേക്കാൾ നല്ലല്ലേ ദോശ കഴിക്കണം. കുറച്ച് ദോശയും കാര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.